കാമന ഭാഗം 6 എഴുതിയത് സൂര്യകാന്തി. ആരതിയുടെ മുഖത്തൊരു പരുങ്ങലുണ്ട്. അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ഇന്ന് അയാളെ നേരിട്ട് കണ്ടു. എന്നിട്ട്? ആരതിയുടെ ഞെട്ടലും ആകാംക്ഷയുമൊക്കെ കണ്ട് ജാനി അവളെ ഒന്ന് ഇരുത്തി നോക്കി. തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നരയന് കള്ളൻ എന്ന പേര് വരാൻ കാരണം ജാനകിയാണെന്ന് ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ജാനകി ബസ്സിൽ വെച്ച് നടന്നതും സ്റ്റേഷനിൽ പോയതുമൊക്കെ പറയുമ്പോൾ ആരതിയുടെ മുഖത്ത് നവരസങ്ങൾ മിന്നിമായുന്നുണ്ട്. എന്നിട്ട് നരേട്ടൻ വേറെയൊന്നും പറഞ്ഞില്ലേ നിന്നോട്? ഏതാണ്ടൊക്കെ കുത്തി പറയുന്നുണ്ടായിരുന്നു. പിന്നെ 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 പറഞ്ഞത് ഒരു ഭീഷണി പോലെയാണ്. എന്നുവെച്ചാൽ? തന്റെ ഞെട്ടൽ മറച്ചു വെച്ചാണ് ആരതി അത് ചോദിച്ചത്. ഇപ്പോഴേ ഇങ്ങനെ തളർന്നു നിൽക്കരുത് വെൺമാടത്തിൽ ജാനകി ഭദ്ര തമ്പുരാട്ടി. ഇനി അങ്ങോട്ട് എന്തെല്ലാം കാണാനും കേൾക്കാനുമുള്ളതാണ്. നരേൻ പറഞ്ഞ വാക്കുകൾ ജാനി ഓർത്തെടുത്ത് പറയുമ്പോൾ ആരതിയുടെ മുഖം വിവർണമായിരുന്നു. അയാൾ ഇവിടെയുണ്ടെന്ന് നിനക്കറിയാമായിരുന്നല്ലേ? ആരതി ജാനിയിൽ നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞിരുന്നപ്പോൾ. അറിഞ്ഞിരുന്നു ജാനി. അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു. ജാനിയുടെ നെറ്റി ചുളിഞ്ഞു. എന്നിട്ട് എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? അത് പൊടുന്നനെ ആരതി നടത്തം നിർത്തി ജാനിയുടെ കയ്യിൽ പിടിച്ചു. ഒന്നാമതേ നിനക്കൊരു 100 കൂട്ടം പ്രശ്നങ്ങൾ വേറെയുണ്ട്. അതിനൊപ്പം ഇതുകൂടെ പറഞ്ഞ് നിന്നെ ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് കരുതി. ഒരു മാത്ര ജാനിയൊന്നും പറഞ്ഞില്ല. ഞാൻ എന്തിനു ടെൻഷൻ അടിക്കാൻ? അന്ന് അയാൾ ചെയ്തൊരു കാര്യം ഞാൻ കണ്ടു. അത് ഞാൻ പറയുകയും ചെയ്തു. അത്രയല്ലേ ഉള്ളൂ. ശരിക്കും അന്ന് നീ ആ പൈസ നരേട്ടൻ എടുക്കുന്നത് കണ്ടിരുന്നോ ജാനി? വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടെ ആരതി അവളോട് ആ ചോദ്യം ചോദിച്ചു. ഒരു നിമിഷം ജാനിക്ക് മറുപടി ഇല്ലാതെ പോയി. അതവൻ തന്നെയാണ് എടുത്തത് ജാനി. ആരും കാണാതെ എന്റെ ബാഗ് അവൻ തുറന്നത് നീ കണ്ടതല്ലേ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞ വാക്കുകൾ. ജാനിക്ക് ഒരു മാത്ര നഷ്ടമായ ആത്മവിശ്വാസം തിരികെ കിട്ടിയിരുന്നു അതോർത്തപ്പോൾ. അല്ലെങ്കിലും നിനക്ക് എന്നെക്കാൾ വലുത് അയാളാണല്ലോ. ഓ, നിന്റെ അമ്മാവന്റെ മോനല്ലേ, മുറച്ചെറുക്കൻ. നടക്കുന്നതിനിടെയാണ് ജാനി അത് പറഞ്ഞത്. കൂടെയുള്ളവളുടെ അനക്കമൊന്നും അറിയാതെ തല ചെരിച്ചു നോക്കുമ്പോൾ നിന്നെടുത്ത് നിൽക്കുന്നുണ്ട്, ഭദ്രകാളിയെ പോലെ. ജാനി വെളുക്കിയൊന്ന് ചിരിച്ചു കാട്ടി. പിന്നെ പിറകിലേക്ക് ചുവടുകൾ വെച്ച് ആരതിയുടെ കയ്യിലൊന്ന് തോണ്ടി. അത് ഞാൻ ചുമ്മാ ഒരു തമാശ. എനിക്ക് നിന്നേക്കാൾ വലുത് അയാളാണല്ലടി. അത് ഞാൻ വെറുതെ. പ്ലീസ്, സോറി. ജാനി കണ്ണുകൾ ചുരുക്കി നോക്കിയതും ആരതിയുടെ മുഖമൊന്ന് അയഞ്ഞുവെങ്കിലും ഗൗരവം തെല്ലും കുറഞ്ഞിട്ടില്ല. ആരതി, ആമിന, പ്രിയ, ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ജാനകിയുടെ ബാല്യകാലം മുതലുള്ള സുഹൃത്തുക്കൾ. +2 വരെ ഒരുമിച്ചായിരുന്നു പഠിച്ചതെങ്കിലും 18 തികഞ്ഞപ്പോൾ ആമിനയുടെ നിക്കാഹ് കഴിഞ്ഞിരുന്നു. കോളനിയിൽ തന്നെയുള്ള ജാബിറാണ് വരൻ. ജാബിറിന് പലചരക്ക് കച്ചവടമാണ്. വിഷ്ണുവിന്റെയും നന്ദന്റെയും നരേന്റെയും ഒക്കെ ക്ലാസ്മേറ്റ് ആയിരുന്നു ആള്. പ്രിയ ഡിഗ്രിക്ക് ചേർന്നിരുന്നുവെങ്കിലും ആദ്യ വർഷം തന്നെ അവളുടെയും വിവാഹം കഴിഞ്ഞിരുന്നു. അതോടെ പഠിത്തവും നിന്നു. എന്നാൽ ആ ദാമ്പത്യം അധികം നീണ്ടില്ല. അവളുടെ ഭർത്താവ് പ്രസാദ് ഷോക്കേറ്റ് മരിക്കുമ്പോൾ അവരുടെ കുഞ്ഞിന് 1 വയസ്സ് പോലും തികഞ്ഞിരുന്നില്ല. പ്രിയ ഇപ്പോൾ അവിടെ തന്നെയുള്ള അംഗനവാടിയിലെ ടീച്ചറാണ്. ആരതിയും ജാനിയുമാണ് പിന്നെ PG വരെ ഒരുമിച്ചുണ്ടായിരുന്നത്. വിവാഹം കഴിഞ്ഞിട്ടും കൂട്ടുകാരികൾ അകന്നു പോയിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ജാനി അവരെ കാണാൻ കോളനിയിൽ പോകാറുണ്ട്. അമ്മ അറിയാതെ. സമ്പത്തും പ്രതാപവുമൊക്കെ ഇല്ലാതായെങ്കിലും ഇന്ദിരയ്ക്ക് ഇപ്പോഴും കോളനിക്കാരോട് പുച്ഛമാണ്, ജാനിയുടെ കൂട്ടുകാരികളോടും. ആരതിയുടെ അമ്മയുടെ ആങ്ങളയുടെ മകനായിരുന്നു നരേൻ.
അച്ഛൻ മുഴുക്കുടിയൻ. അമ്മ അവരെ ഉപേക്ഷിച്ച് മറ്റൊരാളോടൊപ്പം പോകുകയും കൂടി ചെയ്തതോടെ ബന്ധുക്കളൊക്കെ കൈയൊഴിഞ്ഞു കളഞ്ഞതാണ് നരേനെയും അച്ഛൻ നാരായണനെയും. ആരതിയുടെ അമ്മ ശ്രീകലയ്ക്ക് ആങ്ങളയോടും മകനോടും ചെറിയൊരു മമതയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ ഭർത്താവ് ഭരതന് അളിയനെ കാണുന്നത് തന്നെ കലിയായിരുന്നു. നരേനെയും അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ശ്രീകല ഭർത്താവ് അറിയാതെ പലപ്പോഴും അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. നരേൻ കോളനിയിൽ ആരോടും അങ്ങനെ അടുപ്പം കാണിക്കാറുണ്ടായിരുന്നില്ല. തെല്ലൊരു കലിപ്പൻ സ്വഭാവമായതുകൊണ്ട് പിള്ളേർക്കൊക്കെ അവനെ പേടിയായിരുന്നു താനും. മാമന്റെ മകനെന്ന അടുപ്പമൊന്നും ആരതിക്കും ഇല്ലായിരുന്നുവെങ്കിലും അവൾക്കും നരേനോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വളർച്ചയ്ക്കനുസരിച്ച് അവരിൽ ഒരാളുടെ മനസ്സിൽ അവനോട് ഒരിഷ്ടം നാമ്പിട്ടിരുന്നു. പ്രിയയ്ക്ക്. എന്തു കണ്ടിട്ടാണെന്ന് ജാനിക്ക് ഇന്നും അറിയില്ല. ജാനി അന്നൊക്കെ പറ്റും പോലെ പ്രിയയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതുമാണ്. എന്നാൽ നരേന്റെ അടുത്ത് പോയി ഇഷ്ടം പറയാനുള്ള ധൈര്യമൊന്നും പ്രിയയ്ക്ക് ഉണ്ടായിരുന്നില്ല താനും. അന്നത്തെ സ്കൂൾ പ്രശ്നത്തിന് ശേഷം നരേനെ കാണുന്നത് തന്നെ ജാനിക്ക് പേടിയായിരുന്നു. കാണുമ്പോഴൊക്കെയുള്ള രൂക്ഷമായ ആ നോട്ടം, ആ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന തന്നെ കൊല്ലാനുള്ള പക, കഴിവതും നരേന്റെ മുൻപിൽ ഒറ്റയ്ക്ക് ചെന്നുപെടാതിരിക്കാൻ ജാനി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എങ്ങാനും അവന്റെ മുൻപിൽ പെട്ടുപോയാൽ അവൾ ജീവനും കൊണ്ടോടും. ഈ ലോകത്ത് ആരെ മറന്നാലും നരേൻ നിന്നെ മറക്കില്ല ജാനകി ഭദ്ര. ഒരിക്കൽ ഒരു തെറ്റും ചെയ്യാതെ എല്ലാവർക്കും മുൻപിൽ തെറ്റുകാരിയായി നീ നിൽക്കും. നിന്നെ ഞാൻ അങ്ങനെ നിർത്തിയിരിക്കും. ഒരിക്കൽ ആ മുൻപിൽ പെട്ടുപോയപ്പോൾ അവൻ പറഞ്ഞ ആ വാക്കുകൾ, ഭയന്നാണ് അവൾ അത് വിഷ്ണുവിനോട് പറഞ്ഞതും. നരേന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ തനിക്ക് തെറ്റുപറ്റിയോ എന്നുള്ള ചിന്തയിൽ. സ്വന്തം തെറ്റ് മറക്കാനാണ് അവൻ അങ്ങനെയൊക്കെ പറയുന്നത് ജാനി. അവനാണ് അതെടുത്തതെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പ് തന്നെയാണ്. വിഷ്ണുവേട്ടന്റെ വാക്കുകൾ. അത് അനുകൂലിച്ച് നന്ദേട്ടനും. അത് അവിശ്വസിക്കാൻ ജാനകിക്ക് കഴിയില്ലല്ലോ. അതോടെ നരേനോടുള്ള അവളുടെ വെറുപ്പ് കൂടി, ഭയവും. സ്കൂളിലെ സംഭവം വീട്ടിലറിഞ്ഞപ്പോൾ ഇന്ദിരയും ലതയുമെല്ലാം ജാനിയെയും കൂട്ടരെയും അനുകൂലിക്കുകയാണ് ചെയ്തത്. കള്ളക്കൂട്ടങ്ങളാണ് ആ കോളനിയിലുള്ളതെല്ലാം എന്നായിരുന്നു ജാനിയുടെ അമ്മയുടെ പ്രതികരണം. എല്ലാത്തിനെയും ഈ നാട്ടിൽ നിന്ന് തന്നെ തല്ലിയോടിക്കണമെന്ന് ലതയും പറഞ്ഞു. കാണാത്ത കാര്യം കണ്ടുവെന്ന് ജാനു പറയണ്ടായിരുന്നുവെന്ന് അച്ഛൻ മാത്രം പറഞ്ഞു. പിന്നെയും പലപ്പോഴും പല മോഷണങ്ങളിലും നരേൻ പ്രതിയാക്കപ്പെട്ടത് ജാനിയും അറിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ അവൻ കള്ളനാണെന്ന്. വിഷ്ണുവും നന്ദനും ഒരുമിച്ച് പറഞ്ഞതും ജാനിയുടെ മനസ്സിൽ അവശേഷിച്ചിരുന്ന സംശയവും കുറ്റബോധവുമെല്ലാം മാഞ്ഞു പോയിരുന്നു. എന്നാൽ മറ്റെല്ലാ കാര്യങ്ങളിലും ജാനിയുടെ ഒപ്പം നിന്നിരുന്ന കൂട്ടുകാർക്ക് നരേന്റെ കാര്യത്തിൽ മാത്രം അവളോട് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. നരേൻ ഒരു കള്ളനാണെന്ന് അവർക്ക് വിശ്വാസം വന്നിരുന്നില്ല. ജാനിക്കൊപ്പം നരേനെ കുറ്റപ്പെടുത്താനും അവർ കൂട്ടുനിന്നിരുന്നില്ല. എന്നാൽ നരേൻ നല്ലവനാണെന്നും വാദിച്ചില്ല. പകരം അവരുടെ സൗഹൃദത്തിനു വേണ്ടി നരേൻ എന്നൊരു വ്യക്തിയെ പറ്റിയുള്ള സംസാരം അവർക്കിടയിൽ നിന്നും ഒഴിവാക്കി കളഞ്ഞു. ജാനിയോട് ഒന്നും പറയാറില്ലായിരുന്നുവെങ്കിലും പ്രിയയുടെ മനസ്സിലെപ്പോഴും നരേനോടുള്ള ഇഷ്ടമുണ്ടായിരുന്നുവെന്നും അത് മറ്റു രണ്ടുപേർക്കും അറിയാമെന്നും ജാനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജാനി നരേനെ അവസാനമായി കാണുന്നത് ആരതിയുടെ 18ാം പിറന്നാളിന് അമ്മ അറിയാതെ കോളനിയിലുള്ള അവളുടെ വീട്ടിൽ പോയ അന്നാണ്. കൂട്ടുകാർ 3 കൂടെ ആരതിയുടെ വീട്ടിൽ നിന്ന് ആഘോഷവും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് കോളനിയിലേക്കുള്ള റോഡിലൊരു ബഹളം കേൾക്കുന്നത്. കോളനിയിലുള്ള ഒരു സ്ത്രീയുടെ തലയ്ക്കടിച്ച്
അവരുടെ മാല കവർന്ന കേസിൽ നരേനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാർ. അന്ന് അവന് 21 വയസ്സായിരുന്നു പ്രായം. പോലീസുകാർക്കൊപ്പം നടക്കുമ്പോൾ നരേന്റെ മുഖത്ത് നിർവികാരതയായിരുന്നുവെങ്കിൽ ആ ജീപ്പിലേക്ക് കയറാൻ നേരം യാദൃശ്ചികമായി തന്നെ കണ്ട ആ മിഴികളിലെ ഭാവമാറ്റം, അവന്റെ ആ നോട്ടം, ഇന്നും ജാനിക്കത് ഓർക്കുമ്പോൾ നട്ടെല്ലിലൂടെ ഒരു മിന്നൽ പായും. ഇവിടുത്തെ സ്റ്റേഷനിൽ ജോയിൻ ചെയ്തതിനു ശേഷം നരേട്ടൻ ഒരു ദിവസം കോളനിയിൽ വന്നിരുന്നു. അത് പറയുമ്പോൾ ആരതി ജാനിയെ നോക്കിയില്ല. ആരതി, എന്തു പറയുന്നു നിങ്ങളുടെ കൂട്ടുകാരി? വെൺമടത്തിൽ ജാനകിഭദ്ര തമ്പുരാട്ടി, സുഖമല്ലേ അവൾക്ക്? അന്ന് തന്നോട് നരേൻ ചോദിച്ച ആ ചോദ്യമായിരുന്നപ്പോൾ ആരതിയുടെ മനസ്സിൽ. അപ്പോൾ അയാളുടെ ആ ഭാവം, ആ ചിരി, ജാനകിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ് നരേൻ തന്നോട് ആ ചോദ്യം ചോദിക്കുന്നതെന്ന് ആ നിമിഷം തന്നെ ആരതി തിരിച്ചറിഞ്ഞിരുന്നു.